ഒത്തു നടന്നല്ലോ. പണ്ടൊരു നാളിൽ കൊമ്പനാന വിരുന്നിന് പോയല്ലോ. ചിണ്ടൻ ചുണ്ടൽ കണ്ടൻ പൂച്ചയും ഒത്തു നടന്നല്ലോ. കൊമ്പനാന നടക്കുമ്പോൾ ചിണ്ടൻ ചുണ്ടലിയോടുന്നേ, കണ്ടൻ പൂച്ച മടുത്തപ്പോൾ ആനപ്പുറമേ കേറുന്നേ. പണ്ടൊരു നാളിൽ കൊമ്പനാന വിരുന്നിന് പോയല്ലോ. ചിണ്ടൻ ചുണ്ടൽ കണ്ടൻ പൂച്ചയും ഒത്തു നടന്നല്ലോ. കണ്ടിരുന്നോ? നീ ഇപ്പൊ വരച്ചിരിക്കാൻ പോവുകയാണോ? പഠിക്കാനൊന്നും ഇല്ലേ? പരീക്ഷയല്ലേ വരുന്നത്. ടീച്ചർ എന്നോട് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ വരച്ച് കളർ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ. ഇതാണോ നിന്റെ കാണാതായ ഡ്രോയിങ് ബുക്ക്? നോക്കട്ടെ എന്താ നീ വരച്ചതെന്ന്. വാവ്, അടിപൊളി, സൂപ്പർ. ഇതിനെയാണോ നീ രാത്രി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞത്? അതെ അതെ, നല്ല രസമല്ലേ ഇതിനെ കാണാൻ. ഇതുപോലൊരു മയിലിനെ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? ഓ പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമല്ല. മയിലിനെ ഒന്നും അച്ഛൻ വാങ്ങി തരില്ല. പക്ഷേ നമുക്ക് മുത്തശ്ശിയോട് ഒരു മയിലിന്റെ കഥ പറഞ്ഞു തരാൻ പറയാം. അത് ശരിയാ, വാ. മുത്തശ്ശി, നമുക്ക് ഈ കോഴികളെ പോലെ വളർത്താൻ ഒരു മയിലിനെ കൂടി വാങ്ങിയാലോ? മയിലിനെയോ? അതെന്താ പെട്ടെന്നൊരു പൂതി? ഇവൾ ഇന്നലെ ഒരു മയിലിനെ സ്വപ്നം കണ്ടു. അപ്പോൾ മുതൽ തുടങ്ങിയതാ. ഇന്ന് വേറെ ഏതെങ്കിലും ജീവിയായിരിക്കും സ്വപ്നം കാണുക. അപ്പോൾ മയിലുമായി ആ ജീവിയാവും. സോ സിമ്പിൾ. മുത്തശ്ശി, ഇത് കണ്ടോ? എന്നെ കളിയാക്കുന്നു. മതി മതി, അവനൊരു തമാശ പറഞ്ഞതല്ലേ. മുത്തശ്ശി, ഞങ്ങൾക്കൊരു മയിലിന്റെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ നമുക്ക് ഇവിടെ ഇരിക്കാം. പണ്ട് നമ്മുടെ മൂന്ന് സന്യാസി ഭരിച്ചിരുന്ന ഒരു കാടുണ്ടായിരുന്നു. അവിടെ ഉൾക്കാട്ടിൽ നിറയെ പൂക്കളുള്ള ഒരു വലിയ മരവും ആ മരത്തിൽ ഒരു മാന്ത്രിക ശക്തിയുള്ള, കാണാൻ ഭംഗിയുള്ള ഒരു മയിലും ജീവിച്ചിരുന്നു. മാന്ത്രിക ശക്തിയുള്ള മയിലോ? സ്പൈഡർമാനെ പോലെയാണോ? ഓ,
തുടങ്ങി അവൻ. മുത്തശ്ശിയെ ഒന്ന് കഥ പറയാൻ സമ്മതിക്കുമോ നീ പ്ലീസ്? ആ അവൻ ചോദിക്കട്ടെ മോളെ. മയിലിന്റെ മാന്ത്രിക ശക്തി എന്താണെന്ന് അറിയാമോ? ഈ മയിൽ ഇടുന്ന മുട്ടകളെല്ലാം സ്വർണ്ണ മുട്ടകളായിരിക്കും. അങ്ങനെ ഒരു ദിവസം എന്തൊരു മനോഹരമായ ദിവസം! ഈ കാട് രാവിലെ കാണാൻ എന്ത് രസമാ! പെട്ടെന്നാണ് ഒരണ്ണാൻ അങ്ങോട്ട് നടന്നു വന്നത്. ഹലോ ഡിയർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, എങ്ങോട്ടാ രാവിലെ തന്നെ? അപ്പോൾ നീ വരുന്നില്ലേ? ഇന്നല്ലേ സ്നേക്സ് പാർട്ടി. നിന്നെ കൂട്ടി ചെല്ലാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇല്ലടാ, ഒരു മൂടില്ല. നീ പോയിട്ട് വാ. ആ പിന്നെ പോയി വരുമ്പോൾ കുറച്ച് ഗുലാബ് ജാം എടുക്കാൻ മറക്കല്ലേ. ഓ, ഇങ്ങനെ ഒരു കൊതിച്ചുപാറു. വല്ല ഷുഗറും വരും കേട്ടോ. ആ അതൊക്കെ പോട്ടെ, നീ വരുന്നില്ലെങ്കിൽ വരണ്ട. ഗുലാബ് ജാം അത് ഞാൻ കൊണ്ടുതരാം. പക്ഷേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? നിന്റെ ഒരു സ്വർണ്ണമുട്ട തരണം. അവിടെ സ്നേക്സ് പാർട്ടി അലങ്കരിക്കാൻ വേണ്ടിയാണ്. നീ വന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിന്റെ സ്വർണ്ണമുട്ടയുമായി ചെല്ലാനാ എന്നോട് ആ പാമ്പേട്ടൻ പറഞ്ഞത്. പരിപാടി കഴിഞ്ഞ ഉടനെ ഒരു പോറലും കൂടാതെ തിരിച്ചെത്തിക്കാം. പോരെ പ്ലീസ്? ഐ എം വെരി സോറി മോനെ. ഞാനത് തരില്ലെന്ന് അവർക്കറിയാം, നിനക്കും അറിയാം. പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് പുതിയ അടവുമായി എത്തിയിരിക്കുകയാണല്ലേ. എനിക്കപ്പോഴേ തോന്നിയിരുന്നു. അതാ ഞാനില്ലെന്ന് പറഞ്ഞത്. എന്റെ സ്വർണ്ണമുട്ടകൾ ഞാൻ മൂങ്ങ സന്യാസിക്ക് മാത്രമേ സമർപ്പിക്കുകയുള്ളൂ. അത് ഈ കാട്ടിലെ കൊച്ചു കൊച്ചു ഉറുമ്പുകൾക്ക് പോലും അറിയുന്നതാണ്. അതറിയാം. എന്നാലും അഥവാ ബിരിയാണി കൊടുത്താലോ? ഇതും പറഞ്ഞ അണ്ണാൻ അവിടെ നിന്നും പോയി. അങ്ങനെ അണ്ണാറക്കണ്ണൻ പാമ്പുകളുടെ കൊട്ടാരത്തിലെത്തി. ഹായ്, ഗുഡ് മോർണിംഗ് പാമ്പേട്ട. പാർട്ടിയായിട്ട് ആരെയും കാണുന്നില്ലല്ലോ. പാർട്ടിയൊക്കെ തരാം. ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ സാധനം എവിടെ? എന്ത് സാധനം? ഓ, സ്വർണ്ണമുട്ട. സോറി, അത് അവൾ തരുന്നില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട പാമ്പിന് ദേഷ്യം വന്നു. ഗെറ്റ് ഔട്ട് ഹൗസ്. ഇപ്പൊ ഇറങ്ങിക്കോണം. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഗുണ്ട വിനുവിനെ വിളിച്ച് കാര്യങ്ങൾ സെറ്റാക്കാൻ പറയണം. ഹലോ. യെസ്, ഗുണ്ടവിനു സ്പീക്കിംഗ്. ഇത് ഞാനാടോ. ഞാനന്ന് പറഞ്ഞ കാര്യം അതിനി ഒട്ടും വൈകിപ്പിക്കേണ്ട. ഇന്ന് തന്നെ തീർത്തേക്ക്. യെസ് ബോസ്, ഇടം വല്ലം നോക്കാതെ ചെയ്തിരിക്കും. ചെന്നായ പാമ്പ് പറഞ്ഞതുപോലെ മയിലിന് വേണ്ട കെണിയൊരുക്കി കുറ്റിക്കാട്ടിലൊളിച്ചു. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അവസാനം നീ എന്റെ കെണിയിൽ കുടുങ്ങി. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. നിന്നെ ഞാനൊന്നും ചെയ്യില്ല. നിന്നെ അങ്ങ് തട്ടിക്കളയാനാണ് പാമ്പേട്ടൻ പറഞ്ഞത്. അയ്യോ, എന്തിനെ? അവൻ നിന്റെ തൂവലോ മുട്ടയോ അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചപ്പോൾ നീ കൊടുത്തില്ല എന്നൊക്കെ കേട്ടു. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ്. സോറി, എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. പക്ഷേ നിന്നെ ഞാൻ തട്ടില്ല. പാമ്പേട്ടന്റെ അടുത്ത് നിന്ന് കാശ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ അയൽവനത്തിലെ ആ മണ്ടനായ സിംഹരാജാവിനെ നിന്നെ വിറ്റ് ഞാൻ കാശാക്കും. ഇതും പറഞ്ഞ് ചെന്നായ മയിലിനെയും കൂട്ടി സിംഹരാജാവിനെ കാണാൻ പോയി. ചെന്നായ മയിലിനെ സിംഹരാജാവിന്റെ മുന്നിൽ ഹാജരാക്കി. വരണം വരണം. എവിടെയായിരുന്നു ഇത്രയും കാലം? ഏതാണ് ഈ മനോഹരമായ മയിൽ? ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ. പ്രഭു, ഇതൊരു മാന്ത്രിക മയിലാണ്. ഞാനിത് അങ്ങേക്ക് സമ്മാനമായി കൊണ്ടുവന്നതാണ്. മാന്ത്രിക മയിലോ? എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ മയിൽ തിളങ്ങുന്ന സ്വർണ്ണ മുട്ടകളിടും. എന്ത്? തിളങ്ങുന്ന സ്വർണ്ണമുട്ടകളോ? അത് കൊള്ളാലോ. ഈ മയിലിനെ പറ്റി ഞാൻ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. കൊള്ളാം. മന്ത്രി, ഈ മയിലിനെ പിടിച്ച് ഒരു സ്വർണ്ണക്കൂട്ടിൽ തന്നെ ഇടുക. അതിന് കഴിക്കാൻ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കൊടുക്കുക. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ പ്രഭു? ആലോചിക്കാൻ ഒന്നുമില്ല. അതിനെ കൂട്ടിലടച്ച് നമുക്കായി ഈ മനോഹര സമ്മാനം നൽകിയ ചെന്നായിക്ക് 100 കാട്ടുപണം കൊടുക്കുക. അങ്ങനെ
കാട്ടുപണം വാങ്ങി കുറുക്കൻ അവിടെ നിന്നും സ്ഥലം വിട്ടു. ആ ചെന്നായി ഒരു പെരും കള്ളനാണ്. അവനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അവൻ ഞങ്ങളുടെ അയൽവനത്തിൽ നിന്നുള്ള ആളാണ്. ഒരു പക്ഷേ ഈ മയിൽ ഒരു ചാരനായിരിക്കണം. ഉള്ളിൽ രഹസ്യ ക്യാമറയുണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ആണോ? എന്നാൽ അതാദ്യം പറയണ്ടേ? ഇനിയൊന്നും ആലോചിക്കാനില്ല. എത്രയും പെട്ടെന്ന് ഇതിനെ തുറന്നുവിടുക. അങ്ങനെ സിംഹരാജാവ് പറഞ്ഞ പ്രകാരം മയിലിനെ തുറന്നുവിടാൻ തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് എന്റെ വനത്തിൽ നിന്നും പറന്നു പോവുക. അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ ഇല്ലാതാക്കും. ഇത് കേട്ട മയിൽ പേടിച്ച് പെട്ടെന്ന് അവിടെ ഒരു സ്വർണമുട്ട ഇട്ടു. ഹായ്, സ്വർണമുട്ട. മയിൽ തന്റെ സ്വർണമുട്ടയെ എടുത്ത് ദൂരേക്ക് പറന്നുപോയി. ഇത് കണ്ട സിംഹരാജാവിന് മന്ത്രിയോട് ദേഷ്യം വന്നു. മന്ത്രി പറഞ്ഞത് പ്രകാരമാണല്ലോ സ്വർണമുട്ട ഇടുന്ന മയിലിനെ തുറന്നു വിട്ടത്. തനിക്ക് പറ്റിയ അമളി മനസ്സിലായി കുറുക്കൻ വേഗം തന്നെ അവിടെ നിന്നും തടി തപ്പി. ഈ സമയം മയിൽ പറന്ന് മൂങ്ങ സന്യാസിയുടെ വീട്ടിലെത്തി. നടന്ന കാര്യങ്ങൾ വിവരിച്ചു. മൂങ്ങ സന്യാസി തന്റെ കണ്ണുകൾ അടച്ച് മന്ത്രം ജപിച്ചു. മൂങ്ങ ദുഷ്ടനായ ആ പാമ്പിനെ ശപിച്ചു. അന്ന് മുതൽ പാമ്പിന് തന്റെ കൈകൾ നഷ്ടപ്പെട്ടു ഇഴഞ്ഞു നീങ്ങി. അതുപോലെ അന്ന് മുതൽ കുറുക്കനെ ആര് കണ്ടാലും കല്ലെറിയാനും മൂങ്ങ ആജ്ഞാപിച്ചു. അപ്പോ ആ മയിലോ? മയിൽ തന്റെ തെറ്റ് മനസ്സിലാക്കി അടുത്ത തവണ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ ശ്രമിച്ചു. എല്ലാവരെയും ചതിക്കുന്നവനെ വീഴ്ത്താൻ ഒരാൾക്കെങ്കിലും ആവും. ആലോചിക്കാതെ അയ്യോ, ഉറുമ്പ്! എന്താ, എന്തു പറ്റി? ആ, ഉറുമ്പ് കടിച്ചിട്ടാ. ഇവിടെ മുഴുവൻ ഉറുമ്പാണ്. മുത്തശ്ശി, ഇവളെ ഉറുമ്പ് കടിച്ചു. ആണോ? എന്നിട്ട് തട്ടിക്കളഞ്ഞില്ലേ? ഓ, അതൊക്കെ എപ്പോഴോ പോയി. മുത്തശ്ശി, ഈ ഉറുമ്പുകൾ എന്തിനാ നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് തന്നെ കൂടുണ്ടാക്കുന്നത്? എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് മക്കളെ. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഉറുമ്പുകളുടെ ഒരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ നമുക്ക് അപ്പുറത്തിരിക്കാം. പണ്ടൊരിടത്ത് കുറച്ച് ഉറുമ്പുകളും ഒരു തവളയും ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും ഉറുമ്പുകൾ എവിടെ നിന്നെങ്കിലും ധാന്യമണികൾ ശേഖരിച്ചു കൊണ്ടിരുന്നു. അവർ ആ ജോലി വളരെ അച്ചടക്കത്തോടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ തവളക്കുട്ടനാകട്ടെ മഹാമതിയനും മനസ്സനുമായിരുന്നു. ദിവസം മുഴുവനും ഉറങ്ങിയും പാട്ടുപാടിയും നാളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ കളിച്ചു രസിച്ചും അവൻ ജീവിതം ആസ്വദിച്ചു. ഒരു ദിവസം ഒരു ഉറുമ്പ് അവന്റെ വീടിന് മുന്നിലൂടെ ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്നു. അപ്പോൾ തവള ഉറുമ്പിനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കഷ്ടപ്പാട് എന്ന് തീരും? എന്നും ഈ ധാന്യമണികൾ ചുമന്നുകൊണ്ട് പോകാനാണ് നിന്റെയൊക്കെ വിധി. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ തലയും താഴ്ത്തി നടന്നുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തവള തന്റെ അലസത മാറ്റിയില്ല. അവൻ കുളത്തിൽ നീരാടിയും ഉറങ്ങിയും പാട്ടുപാടിയും ദിവസങ്ങൾ ചെലവഴിച്ചു. എന്നാൽ ഉറുമ്പുകളെല്ലാവരും കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം തങ്ങളുടെ കൊട്ടാരത്തിൽ ശേഖരിച്ചു വെച്ചുകൊണ്ടിരുന്നു. ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്ന ഉറുമ്പ് അതിന്റെ ഭാരം താങ്ങാനാവാതെ നിലത്ത് വീണു. ക്ഷീണിതനും മുറിവേറ്റതുമായ ഉറുമ്പിനെ സഹായിക്കേണ്ടതിന് പകരം തവള ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉറുമ്പ് വിഷമത്തോടെ ചോദിച്ചു, ഹേ തവളക്കുട്ട, ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ്? ഓ, പിന്നെ നിന്നെ സഹായിക്കലാണല്ലോ എന്റെ പണി. പോയെ പോയെ, എനിക്ക് ഒരുപാട് പണികളുണ്ട്. എന്ത് പണി? അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. പോയെ പോയെ. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ ധാന്യമണി വീണ്ടും തലയിൽ എടുത്തു വെച്ച് നടന്നുപോയി. ഓ, നീ എന്തിനാ
മഞ്ഞുകാലത്തേക്കുള്ള ഭക്ഷണം ശേഖരിച്ചു വെക്കുകയാണ്. നീയും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്കും ഉപകാരപ്പെടും. അതൊക്കെ മഞ്ഞുകാലം വരുമ്പോഴല്ലേ, അപ്പോൾ ചിന്തിച്ചാ പോരെ. ഇപ്പോഴേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞു ഉറുമ്പ് അവിടെ നിന്നും നടന്നു നീങ്ങി. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. വേനൽക്കാലം പോയി മഞ്ഞുകാലം വന്നു. തവളയ്ക്ക് വിശക്കാൻ തുടങ്ങി. എന്നാൽ വീട്ടിനുള്ളിൽ കഴിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയാൽ എന്റെ കഥ ഇതോടെ തീരും. എനിക്ക് വിശക്കുന്നേ. അയ്യോ, ആ ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി. അന്ന് അവൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. എന്തായാലും അവരുടെ അടുത്തേക്ക് പോയി നോക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് പാട്ട് പാടി തരുകയും ചെയ്യാം. എന്താ? സോറി ഡിയർ, ഇവിടെ ആർക്കും നിങ്ങളുടെ പാട്ട് കേൾക്കണ്ട. എല്ലാവർക്കും ഉറങ്ങാൻ സമയമായി. ഓക്കേ, പാട്ട് കേൾക്കണ്ടെങ്കിൽ വേണ്ട. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് വിശക്കുന്നു. 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ മഞ്ഞുകാലത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചില്ലേ? ഇല്ല. അപ്പോൾ വേനൽക്കാലം മുഴുവനും നീ എന്ത് ചെയ്യുകയായിരുന്നു? എനിക്ക് ഭക്ഷണം ശേഖരിക്കാൻ സമയമില്ലായിരുന്നു. പാട്ട് പാടിയും കിടന്നുറങ്ങിയും ഞാൻ സമയം നശിപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ഭക്ഷണം ശേഖരിക്കാൻ. എന്നിട്ട് നീ അത് ചെയ്തില്ല എന്നത് മാത്രമല്ല, ചെയ്യുന്ന എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നോക്കി. നീ വരുന്ന മഞ്ഞുകാലത്തെ പറ്റി ചിന്തിച്ചില്ല, അതല്ലേ ശരി? ശരിയാണ്, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. അങ്ങനെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ തവളയ്ക്ക് നല്ലവരായ ഉറുമ്പുകൾ ഭക്ഷണവും ചൂടും കൊടുത്തു. അവർ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു. സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറഞ്ഞാൽ എന്താണ് മുത്തശ്ശി? തവള വേനൽക്കാലത്ത് ഭക്ഷണമൊന്നും ശേഖരിക്കാതെ കളിച്ചു നടന്നില്ലേ? മഞ്ഞുകാലം വന്നപ്പോഴോ തവള പട്ടിണിയായി. അതാണ് പറഞ്ഞത്. ആരോഗ്യമുള്ളപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു വെച്ചാൽ ആപത്ത് കാലത്ത് നമ്മൾക്കത് സഹായകരമാകും. ഒരു ദിവസം നമ്മുടെ രാജാവും മന്ത്രിയും നായാട്ടിന് പോയി മടങ്ങി വരുന്ന സമയം ഒരു മനോഹര നദിയുടെ അടുത്തെത്തി. നദിക്ക് താഴെയായി രാജാവിന്റെ ബന്ധുവും എതിരാളിയുമായ ഛോട്ടാ രാജയുടെ അയൽരാജ്യമായിരുന്നു. അയൽരാജ്യത്തേക്കുള്ള നദിയുടെ ഒഴുക്ക് രാജാവിനെ വല്ലാതെ രോക്ഷാകുലനാക്കി. രാജാവ് തന്റെ മന്ത്രിയോട് ചോദിച്ചു, ഈ നദി ഒഴുകുന്നത് ഛോട്ടാരാജിയുടെ രാജ്യത്തിലേക്കാണോ? രാജാവിൽ നിന്നും വിചിത്രമായ ചോദ്യങ്ങൾ കേട്ട മന്ത്രി നെറ്റിച്ചുളിച്ചുകൊണ്ട് പറഞ്ഞു, അതെ. എന്നാൽ ഈ നദി താഴേക്ക് ഒഴുകുന്നത് നിർത്തുക. എന്റെ ബന്ധശത്രു നദിയുടെ നേട്ടങ്ങൾ കൊയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജാവിന്റെ കോപം അറിയാവുന്ന മന്ത്രി തർക്കിക്കാൻ നിന്നില്ല. നദി നിർത്താൻ 24 മണിക്കൂർ സമയം തരാം. മന്ത്രി ജാഗരൂകനായിരുന്നു. നദി തടഞ്ഞാൽ ഛോട്ടാ രാജ തിരിച്ചടിക്കും. അദ്ദേഹത്തിന് ഒരു വലിയ സൈന്യമുണ്ടായിരുന്നു. അയൽവാസികൾ തമ്മിലുള്ള യുദ്ധം തടയാൻ മന്ത്രി തീരുമാനിച്ചു. മന്ത്രി അന്ന് വൈകുന്നേരം കൊട്ടാരത്തിലെ കാര്യസ്ഥനെ വിളിച്ചു വരുത്തി. ഓരോ മണിക്കൂറിലും ഒരു മണി വീതം അടിക്കുക എന്നത് അവന്റെ ജോലിയായിരുന്നു. പകരം ഓരോ അരമണിക്കൂറിലും മണി അടിക്കാൻ വേണ്ടി കാര്യസ്ഥന് മന്ത്രി നിർദ്ദേശം നൽകി. അത് നീ സ്വയം ചെയ്യുക. ഇതിനെക്കുറിച്ച് ആരോടും പറയരുത്. അന്ന് രാത്രി 9:30 മണിയായപ്പോൾ രാജാവ് ഉറങ്ങാൻ കിടന്നു. രാജാവ് നായാട്ടിന് പോയ ക്ഷീണം കാരണം വേഗം തന്നെ ഉറങ്ങിപ്പോയി. തൊട്ടു പിന്നാലെ രാജാവ് മണിശബ്ദം ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും കേട്ടു. രാജാവ് ഓരോ മണിക്കൂർ കഴിഞ്ഞു എന്നതായിരുന്നു കരുതിയിരുന്നത്. 6 തവണ അങ്ങനെ കേട്ടപ്പോൾ രാജാവ് കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഓഹ്, ഇത്ര പെട്ടെന്ന് 6 മണിയായോ? ഒന്ന് മര്യാദക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. രാജാവ്
എന്നും രാവിലെ എഴുന്നേറ്റാൽ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കുന്നത് പതിവായിരുന്നു. എന്നാൽ അന്ന് നോക്കിയപ്പോൾ നേരം വെളുത്തിരുന്നില്ല. ഇത് കണ്ട രാജാവിന് കോപം വന്നു. ആരവിടെ? മന്ത്രിയെ വിളിക്കൂ. എന്തുകൊണ്ടാണ് ഈ നാഴികയിൽ ഇപ്പോഴും ഇരുട്ട്? എന്തുകൊണ്ടെന്നാൽ സൂര്യൻ നമ്മുടെ രാജ്യത്ത് ഇത്ര സമയമായിട്ടും പ്രവേശിച്ചിട്ടില്ല മഹാരാജൻ. പക്ഷേ എന്തുകൊണ്ട് എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ സൂര്യൻ നമ്മുടെ ആകാശത്ത് ഉദിക്കുന്നതല്ലേ? എന്തുകൊണ്ടാണ് സൂര്യൻ ഇന്ന് അങ്ങനെ ചെയ്തത്? ശരിയാണ് മഹാരാജൻ. സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഛോട്ടാ രാജയുടെ രാജ്യം. സൂര്യൻ ആദ്യം അവന്റെ രാജ്യത്തിലേക്ക് വരുന്നു, തുടർന്ന് നമ്മുടെ രാജ്യത്തിലേക്കും വരുന്നു. എന്തുകൊണ്ടാണ് സൂര്യൻ ഇന്ന് അങ്ങനെ ചെയ്തത്? മഹാരാജൻ, ഛോട്ടാ രാജാവ് സൂര്യനെ നമ്മുടെ രാജ്യത്തേക്ക് കടക്കുന്നത് തടഞ്ഞിരിക്കണം. അസാധ്യം. മഹാരാജൻ, നമുക്ക് നദി തന്റെ രാജ്യത്തേക്ക് ഒഴുകുന്നത് തടയാൻ കഴിയുമെങ്കിൽ ഛോട്ടാ രാജയ്ക്ക് നമ്മുടെ രാജ്യത്തേക്ക് സൂര്യനെ തടയാൻ കഴിയും. നദി വിടൂ ഉടനെ. മഹാരാജാവേ, അങ്ങയുടെ ആഗ്രഹമാണ് എന്റെ കൽപ്പന. 2 മണിക്കൂറിനുള്ളിൽ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ രാജാവിന് ആശ്വാസമായി. സത്യത്തിൽ സൂര്യൻ സാധാരണ സമയത്ത് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ കാര്യസ്ഥന്റെ സഹായത്തോടെ മന്ത്രി നടത്തിയ തന്ത്രം രാജാവ് അറിഞ്ഞില്ല. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കിയതിൽ മന്ത്രി സന്തോഷിച്ചു. നദി കിഴക്കോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. ടോമിയുടെ സ്വഭാവം കണ്ട് എനിക്ക് പേടിയാവുന്നു. എന്താ? എന്തു പറ്റി? ഒരു അനുസരണയില്ല. എന്തെങ്കിലും പറഞ്ഞാലോ നോ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കളി മാത്രമായിട്ടുണ്ട് ചിന്ത. നോ, എനിക്ക് കുളിക്കണ്ട. നോ, ഞാൻ തരില്ല. എനിക്ക് ഗെയിം കളിക്കണം. നോ, എനിക്ക് വേണ്ട. ആദ്യം ഭക്ഷണത്തോട് മാത്രമായിരുന്നു നോ. ഇപ്പോ അങ്ങനെയല്ല, എല്ലാത്തിനോടും നോ എന്നായിട്ടുണ്ട്. എന്താ ചെയ്യാ? അവൻ കൊച്ചുകുട്ടിയല്ലേ, ശരിയായിക്കോളും. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ ഓമനിച്ച് വഷളാക്കുന്നത്. അടുത്ത മാസം ഇവന് 6 വയസ്സാകാൻ പോവുകയാ. അറിയോ നിങ്ങൾക്ക്? നമുക്ക് അലക്സിന്റെ മുത്തച്ഛനോടൊന്ന് സംസാരിക്കാം. പുള്ളിക്കാരൻ പണ്ടത്തെ റിട്ടയർഡ് അധ്യാപകനല്ലേ? എന്നാ വൈകിപ്പിക്കണ്ട, നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ചൊന്ന് സംസാരിക്കും. ഹലോ, ഇത് അലക്സിന്റെ ഗ്രാൻഡ് ഫാദർ അല്ലേ? അതേലോ, ആരാണ്? ഞാൻ ടോമിയുടെ ഫാദറാണ്. ആ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാൻ ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനാണ് വിളിച്ചത്. എന്താണ്? എന്തു പറ്റി? അറിയാലോ, ടോമിയുടെ കാര്യം തന്നെ. അവന് കുറച്ച് കുസൃതി കൂടുതലാണ്. ഇപ്പോൾ തീരെ അനുസരണമില്ല, എന്തിനും നോ മാത്രം. നാളെ രാവിലെ അവനെയും കൊണ്ട് വീട്ടിലേക്ക് വരും. നമുക്ക് നേരിട്ട് സംസാരിക്കാം. എനിക്ക് അവനെ ഒന്ന് കാണണം. ഓക്കെ, നാളെ വരാം. ടോമിക്ക് ഇത് വേണോ? ആ, വേണം വേണം. ടോമി, വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഓക്കേ. ടോമി, എനിക്ക് ആ തൈ പറിച്ചു തരാമോ? അതിനെന്താ, ഇപ്പൊ പറിച്ചു തരാലോ. നിസാരം. ടോമി, എനിക്ക് ആ ചെടി പറിച്ചു തരാമോ? നോ പ്രോബ്ലം, വെയിറ്റ്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഞാൻ ശക്തിമാനാ, ശക്തിമാൻ. ആണോ? എന്നാൽ ആ കാണുന്ന മരമൊന്ന് പറിച്ചേ. വൗ, ദിസ് ഈസ് വെരി ബിഗ് ട്രീ. ഐ കാൻ പറിക്കലു. ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല സാറേ. നമുക്ക് JCB വിളിക്കാം.
മാറ്റാം. ആഹാ, കണ്ടില്ലേ, ചെടികളും മരങ്ങളും പോലെയാണ് മോശം ശീലങ്ങളും. തൈകൾ പോലെ പുതുതായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവ വേഗത്തിലും എളുപ്പത്തിലും ഇല്ലാതാക്കാം. എന്നാൽ നിങ്ങൾ അവരെ നീക്കാനും വളരാനും അനുവദിച്ചാൽ അവ ശക്തി പ്രാപിക്കുകയും അതിനെ ഒഴിവാക്കാൻ കഴിയാത്ത പഴയ വൃക്ഷം പോലെ ആവുകയും ചെയ്യും. അതുകൊണ്ട് അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി വളരണം. മോശം ശീലങ്ങളിലെ മാറ്റം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഇനി ഞാൻ അനുസരണക്കേട് കാണിക്കില്ല. ഇനി എന്നും ഞാൻ നല്ല കുട്ടിയായിരിക്കും. ഗുഡ് ബോയ്.